കേന്ദ്രത്തിൽ മോദി തന്നെ മൂന്നാം തവണയും കേരളത്തിൽ പിണറായി തന്നെ മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ സാധ്യതയെന്ന് ജനങ്ങൾ പ്രവചിക്കുന്നു. കേന്ദ്രത്തിൽ ഈ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ലഭിച്ച് BJP അധികാരത്തിൽ വരും. മോദി തന്നെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഭരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 28 പ്രതിപക്ഷ പാർട്ടികൾ 56 അഭിപ്രായങ്ങളും പ്രധാനമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവരും ഏറെയാണ്. ഏറ്റുകൂട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്നാണ് ജനങ്ങൾ കരുതുന്നത്. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം എന്നത് ബായി കയറാ മലയാണ്. കോൺഗ്രസിൽ മോദിക്കെതിരെ മത്സരിക്കാൻ ശക്തരായ നേതാക്കൾ ഇല്ല എന്നത് വലിയ കുറവായി തന്നെ ജനങ്ങൾ കാണുന്നു. ഇന്ദിരാഗാന്ധിയെ പോലെ ഭരണതലത്തിൽ കഴിവുള്ള ഒരു നേതാവിനെ കോൺഗ്രസിൽ സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്ന തീരുമാനത്തിൽ ജനങ്ങൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന പോലെ മോദി ഭരണം അനുഭവിക്കുക തന്നെ എന്ന തീരുമാനത്തിലെത്താൻ നിർബന്ധിതരാകേണ്ടി വരികയാണ്. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇതേ ഭരണം തന്നെയാകും തുടരുക. വിലക്കയറ്റം രൂക്ഷമാകും. കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക മേൽക്കോയ്മ തുടർന്ന് ലോക ധനികരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിൽ എത്തിക്കും. കോടാനുകോടി സാധാരണ ജനങ്ങൾ നരകയാതനകൾ അനുഭവിച്ച് ആത്മഹത്യകൾ കൂടുമ്പോഴും ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും മോദി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. UPA സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തേനും പാലും ഇവിടെ ഒഴുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാജ്യത്തെ തൊഴിലില്ലായ്മയും മുഴുപട്ടിണിയും വിലക്കയറ്റവും കണ്ണീരുമാണ് ഒഴുകുന്നതെന്ന് ജനങ്ങൾ വിലപിക്കുന്നു. പ്രായപരിധി BJPയിലും CPMലും ബാധകമാണെങ്കിലും അതെല്ലാം മറ്റുള്ള നേതാക്കൾക്ക് മാത്രമാണ് ബാധകമാവുക. മോദിക്കും പിണറായി വിജയനും പ്രത്യേക പരിഗണന സ്വയം ഏറ്റെടുക്കും. ചോദ്യമുണ്ടാകില്ല. അതാണ് ജനാധിപത്യമെന്നും ജനങ്ങൾ കരുതുന്നു. ജനങ്ങൾ ജീവിക്കാൻ വഴിയില്ലാതെ നട്ടം തിരിയുമ്പോൾ വേറെ വഴിയില്ലാതെ ദുഃഖങ്ങൾ കടിച്ചമർത്തി ജീവിക്കേണ്ട ദുരവസ്ഥയാണ് ഉള്ളത്. ഇതിനൊരു അറുതിയും അന്ത്യവും ഉണ്ടാകുമോ എന്ന് ജനരോധത്തിന് ഉത്തരമുണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ബാർക്കോഴ വിവാദം ശക്തമാകുന്നു. ഇരട്ട നീതിയെന്ന പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യവും ശക്തമാക്കുന്നു. കേരളത്തിൽ മദ്യനയ വിവാദം ബാർക്കോഴയും ബാറുകാരെ സംരക്ഷിക്കുന്നതും കോടികളുടെ കൈക്കൂലിയും മദ്യ ദുരന്തങ്ങളും തുടർക്കഥയാകുന്ന കാഴ്ചയാണ് വർഷങ്ങളായി കേരള ജനത കാണുന്നതെന്നാണ് അറിയുന്നത്. ഈ അഴിമതി കഥകൾ കേരളത്തിലെ ജനങ്ങൾ അപ്പാടെ വിശ്വസിക്കുന്നുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. ഉമ്മൻചാണ്ടി ഭരണത്തിൽ ബാർക്കോഴയുമായി നടന്ന സംഭവങ്ങൾ മറക്കാനാകില്ല. എന്തൊക്കെയാണ് അന്നത്തെ പ്രതിപക്ഷമായ LDF കേരളത്തിൽ കാട്ടിക്കൂട്ടിയത്? ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ നിലപാടാണ് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷം പറയുന്നു. LDF വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മദ്യവർജനമാണ് LDF മദ്യനയമെന്ന് പറഞ്ഞിട്ട് എന്താണ് LDF ഭരണത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ജനങ്ങൾ കാണുകയാണ്. UDF സർക്കാർ കാലത്ത് കടകംപള്ളിയുടെ നേതൃത്വത്തിൽ ബാർ ഉടമകളുമായി നടത്തിയ രഹസ്യധാരണയുടെ ഭാഗമായാണ് കേരളത്തിൽ LDF ഭരണത്തിൽ നടന്നുവരുന്ന മദ്യനയമെന്ന് ജനങ്ങൾക്ക് നല്ലപോലെ അറിയും. ഉമ്മൻചാണ്ടി പൂട്ടിയിട്ട ബാറുകളും വീണ്ടും അതേ ബാറുകൾ അനുവദിച്ചുകൊണ്ടും കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് നൽകുകയും മദ്യ ഉൽപാദന കമ്പനികൾക്കും അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. KSBC ഉന്നത ഉദ്യോഗസ്ഥരുടെ സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് തള്ളിക്കൊണ്ടാണ് മദ്യ കമ്പനികൾക്കും ബാർ ഉടമകൾക്കും അനുകൂലമായ നിലപാട് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന പകൽ പോലെ വെളിച്ചമായ സത്യങ്ങളാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഭരണത്തിൽ വരുന്ന സർക്കാരുകൾക്ക് ഒന്ന് മാത്രമാണ് അറിയുക: മദ്യത്തിനും നികുതിക്കും വില വർദ്ധിപ്പിക്കാൻ മാത്രമാണ് അവർക്ക് അറിയുന്നത്. ഈ സർക്കാർ വന്നിട്ട് ഒന്നിനും കൂട്ടാൻ ബാക്കിയില്ല. വീട്ടുനികുതി കൂട്ടിയപ്പോൾ മന്ത്രി MP രാജേഷ് പറഞ്ഞത് തമിഴ്നാട്ടിലേക്കാൾ കുറവാണെന്ന് പറഞ്ഞാണ് ന്യായീകരിച്ചത്. അതേസമയം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും മദ്യത്തിന് ഇത്ര വിലയും നികുതിയും ഇല്ല. അത് താരതമ്യം ചെയ്യാൻ ഈ മന്ത്രി തയ്യാറുണ്ടോ എന്ന്
മദ്യപന്മാർ ചോദിക്കുന്നു. മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ മദ്യഷാപ്പിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ ആ സംവിധാനം ഇല്ലാതാക്കി ബാറുകാരെ സഹായിക്കുകയായിരുന്നു ഇവിടുത്തെ സർക്കാർ ചെയ്തതെന്ന് മദ്യപന്മാർ പറയുന്നു. പുതിയ മദ്യനയത്തിൽ ഷാപ്പിൽ ഇരുന്ന് കഴിക്കാനുള്ള മുൻ കേരളത്തിലെ നിലപാട് പുനഃസ്ഥാപിക്കാൻ ധൈര്യമുണ്ടോ എന്ന് എക്സൈസ് മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് മദ്യപന്മാരും ജനങ്ങളും. സുപ്രീം കോടതി വിധിയെപ്പോലും വളച്ചൊടിച്ചാണ് റോഡിന്റെ ക്ലാസിഫിക്കേഷൻ മാറ്റി ബാറുകാരെ ഈ സർക്കാർ സഹായിച്ചത്. ഈ സർക്കാരാണ് അതാണ് മദ്യവർജനം. അധികാരത്തിന് മുൻപ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതാണ്. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞത് മാറി മാറി വരുന്ന സർക്കാരുകളെ ശ്വാനന്മാരുടെ വാലിനെ പോലെയാണെന്ന് ജനങ്ങൾ കാണുന്നത്. ഓടക്കുഴൽ മതിയാവില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ കോഴ വിവാദം പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ വേട്ടയാടിയത് പ്രതിപക്ഷത്തിന് മറക്കാൻ കഴിയുന്നില്ല. കോഴ വിവാദം ജോസ് കെ മാണി വിഭാഗത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ബാറുകാർ പ്ലാൻ ചെയ്ത് പണപ്പിരിവ് വെളിപ്പെടുത്തിയതാണെന്നും കിംവദന്തികൾ ഉയരുന്നുണ്ട്. വാർത്ത പുറത്തുവിട്ട് ഭരണകക്ഷിയെ പ്രതിക്കൂട്ടിലാക്കി ഡ്രൈഡേയും സമയക്രമീകരണവും ചുളുവിൽ നേടിയെടുക്കാനുള്ള തന്ത്രമാണ് ബാർ ഉടമകളുടെ പ്രതിനിധികൾ ചെയ്യുന്നതെന്ന സംശയവും ജനങ്ങൾക്കുണ്ട്. ബാർ കോഴയിൽ പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചു. MP രാജേഷ് മന്ത്രിയുടെ പാലക്കാട് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ബാർ കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി രാജേഷിന്റെ പാലക്കാട് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് MLA ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറി ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. എക്സൈസ് മന്ത്രി DGPക്ക് നൽകിയ പരാതിയിന്മേൽ ക്രൈംബ്രാഞ്ച് മേധാവി മധുസൂദൻ പ്രാഥമിക അന്വേഷണം നടത്തും. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ പോലീസും സമരക്കാരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. കൂറ്റനാട് തൃത്താല റോഡ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി UDF. മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബാർക്കോഴ കേസ് ആയുധമാക്കി അന്നത്തെ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളുടെ 7 അയലത്ത് പോലും ഇപ്പോൾ UDF നടത്തുന്ന പ്രതിഷേധം എത്തില്ല എന്നും ജനങ്ങൾ പരാതിപ്പെടുന്നു. പെരിയാർ മത്സ്യക്കുരുതി PCB റിപ്പോർട്ട് തെറ്റെന്ന് കുഫോസ്. വെള്ളത്തിൽ ഓക്സിജൻ ഇല്ല, അമോണിയ കലർന്നു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പങ്കില്ലെന്ന് പറഞ്ഞ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കൈമരത്തി. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പ്രതിക്കൂട്ടിലാക്കി കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല റിപ്പോർട്ട്. ജലത്തിൽ അമോണിയയും സൾഫൈഡും വ്യാപകമായി അളവിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കുഫോസ് നടത്തിയത്. വിശദമായ രാസപരിശോധന വേണമെന്ന് കുഫോസ് എങ്ങനെയാണ് രാസവസ്തുക്കൾ വെള്ളത്തിൽ കലർന്നത് എന്നറിയാൻ മത്സ്യങ്ങളുടെ രാസപരിശോധനയുടെ ഫലം ലഭിക്കും വരെ കാത്തിരിക്കേണ്ടി വരും. ചത്ത മത്സ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നതാണോ എന്നും വ്യക്തമാക്കേണ്ടതുണ്ടെന്നും കുഫോസ് പറയുന്നു. നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്നും വെള്ളത്തിലെ ഓക്സിജൻ കുറഞ്ഞാണ് മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയതെന്നുമാണ് കാരണം പറഞ്ഞിരുന്നത്. പാതാളം ബണ്ട് അപ്രതീക്ഷിതമായി തുറന്നു എന്നതും പാതാളം ബണ്ടിൻ്റെ ഷട്ടർ തുറന്നു വിട്ടത് ബണ്ടിൻ്റെ താഴേക്കുള്ള ഭാഗം പെട്ടെന്ന് ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയാൻ കാരണമായി എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ കണ്ടെത്തൽ. എന്നാൽ ജനങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് കൈക്കൂലിയുടെ കൂടാരമാണെന്നും വ്യാപകമായ പരാതിപ്പെടുന്നു. കൈക്കൂലി വാങ്ങിയാണ് കണ്ണടയ്ക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡെന്നും ജനങ്ങൾ ആരോപിച്ചു വരുന്നു.